ഇവനെ ഞങ്ങൾ ഇന്ന് തന്നെ തീർക്കും. പ്രേക്ഷകർ ഒരു കാര്യം ശ്രദ്ധിച്ചോ, രാജിയിലേക്ക് നയിക്കത്തക്ക പ്രഷർ കൊടുക്കുവാനുള്ള ടാസ്ക് ബിനാമി ചാനലുകളെ ഏൽപ്പിച്ച് മുതിർന്ന ഇടതു നേതാക്കൾ തന്ത്രപൂർവം പുറകിലേക്ക് വലിഞ്ഞു. മുതിർന്ന BJP നേതൃത്വവും കാര്യമായ ബഹളം ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല. രാഹുലിന്റെ കഴുത്ത് കണ്ടിച്ചിടാനുള്ള ചുമതല സതീശനും രമേശ് ചെന്നിത്തലയും സംയുക്തമായി ഏറ്റെടുത്തു കഴിഞ്ഞു. എന്നാൽ ഇന്ന് തന്നെ രാഹുലിനെ രാജിവെപ്പിച്ചേ അടങ്ങൂ എന്ന മട്ടിൽ അമിതാവേശം കാണിക്കുന്നത് ആരാണ്? വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും. രാജിവെപ്പിക്കുവാൻ താമസിച്ചാൽ ഇനിയും പലരുടെയും പേരുകൾ പുറത്തുവിടും എന്ന് ആരോ പറഞ്ഞത്രേ. അതിന് ഇവർ രണ്ടുപേരും പേടിക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു? രാഹുലിനെതിരെ പിതൃത്വമില്ലാത്ത ചില ശബ്ദശകലങ്ങളും വാട്സാപ്പ് സന്ദേശങ്ങളും മാത്രമേ ബിനാമി ചാനലുകൾ തെളിവായി പുറത്തുവിട്ടിട്ടുള്ളൂ. ഒരൊറ്റ പോലീസ് സ്റ്റേഷനിലും ഒരു പരാതിയോ FIR-ഓ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്രകാരം പരാതിയും തെളിവുകളും ഉണ്ടെങ്കിൽ രാഹുലിനെ പുറത്താക്കുന്നതിൽ, ശിക്ഷിക്കുന്നതിൽ ആർക്കും ഒരു എതിർപ്പില്ല. ഞങ്ങളടക്കം യാതൊരു സംശയവും വേണ്ട രാഹുലിനെ ശക്തമായി വിമർശിക്കും. എന്നാൽ ഇതിലും കളങ്കിതർ മന്ത്രിമാരായും MLA-മാരായും ഈ മന്ത്രിസഭയിൽ തന്നെ തുടരുമ്പോൾ വെറും ചില സന്ദേശങ്ങളുടെ പേരിൽ എന്തിന് രാഹുലിനെ ബലിയാടാക്കുന്നു? വി.ഡി. സതീശനെ പേടിച്ച് പലരും ഇപ്പോൾ സതീശനോടൊപ്പം രാഹുലിനെ ക്രൂശിക്കണം എന്ന മുറവിളിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. കാരണം വീടി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇനി ഇവർക്ക് പാർട്ടിയിൽ നിലനിൽപ്പുള്ളൂ. എന്നാൽ കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ ചേർത്ത് നിർത്തി. ആരോപണം വന്നപ്പോൾ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തി പ്രാഥമിക അന്വേഷണം നടത്തി. ഇത് ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചതിന് സമാനമായ ഒരു ആക്രമണമാണെന്ന് പാർട്ടി കണ്ട് ഇതിനെ പ്രതിരോധിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അദ്ദേഹം പാർട്ടി പദവിയിലേക്ക് തിരികെ എത്തി ശക്തമായി നേതൃത്വം തുടരും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ അടക്കം പാർട്ടി നേതൃത്വത്തോടൊപ്പം നിന്നേനെ. എന്നാൽ ഓർക്കുക, രാഹുലിന്റെ രാജി പിടിച്ചു മേടിച്ചാൽ അന്നു മുതൽ കോൺഗ്രസിന്റെ അടിത്തറ പ്രവർത്തകർ തന്നെ തകർത്തു തുടങ്ങും. രാഹുൽ രാജിവെക്കണോ വേണ്ടയോ എന്ന വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണം തുടരുന്നു. എറണാകുളത്തു നിന്നാണ് ജയകുമാർ എന്ന് പറയും. ഇയാള് സതീശൻ എന്ന് പറയുന്ന വ്യക്തി കെ കരുണാകരൻ ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ, കാരണം ഇയാളുടെ പാരമ്പര്യമൊക്കെ അറിയാവുന്ന നല്ലൊരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ, നല്ലൊരു കോൺഗ്രസ്സുകാരനാണ്. ഇയാള് സീറ്റ് മേടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ പത്മയുടെ വീട്ടിൽ കിടന്ന് അവിടെ കെ കരുണാകരന്റെ അടുക്കളയിലും കൂടി കിടന്നിട്ട് സീറ്റ് മേടിച്ചാണ്. ലാസ്റ്റ് ലീഡർക്ക് ഇട്ടും വെച്ചതാണ് മറ്റേ രമേശ് ചെന്നിത്തല. ഇത് ഈ കോൺഗ്രസിന്റെ ശാപം ഇവർക്കൊക്കെ കിട്ടിയേക്കണത് കെ കരുണാകരന്റെ ശാപം എല്ലാവർക്കും മനസ്സിലായോ? ഇയാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാള് വളർന്നു വരെ ഇയാൾ അനുവദിക്കില്ല. ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിരുന്ന KSUവോ അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനമോ ഏതെങ്കിലും? ഇവൻ മീഡിയയിൽ വന്ന് ഇവൻ കയറി, പക്ഷെ ഇവൻ കയറി പോരുന്നു കണ്ടപ്പോ ഷാഫിയും ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പുറകിൽ ഷാഫിയും V.D. സതീശനും അയാളെ വെട്ടിക്കൊല്ലുന്നത്. V.D. സതീശൻ ഇപ്പൊ ഇത്ര ഇത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത്രയും വിഷയം ഉണ്ടാക്കി ആ പെണ്ണ് പറയാൻ പാടുള്ളൂ. V.D. സതീശന്റെ ഉറപ്പില്ലാണ്ട്, കൺസെന്റ് ഇല്ലാണ്ട് അവള് പത്രസമ്മേളനം വിളിക്കില്ല. ഞാൻ ചോദിച്ചു, സ്വന്തം അച്ഛനമ്മ നമ്മള് ഒരു കുടുംബത്തിൽ വെച്ചാൽ അച്ഛനെ പോലെ, ലീഡർ പറയും അച്ഛനെ പോലെ എന്ന് പറയുന്ന ആൾക്കാരെ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയും. ലീഡർ എപ്പോഴും പറയും അച്ഛനെ പോലെയാണ്, അമ്മയെ പോലെയാണ്. അവനവന്റെ അച്ഛനും അമ്മയും പ്രസവിച്ച അച്ഛനും അമ്മയും അല്ലാണ്ട് അതാണല്ലോ ഏറ്റവും വലിയ ദൈവം. ഇവനേത് സ്കൂൾ പറയും? എന്റെ അച്ഛനും അമ്മയെ മാറ്റി നിർത്തിയിട്ടല്ലേ ഇവനെ കൊണ്ട് കേക്ക് മുറിപ്പിച്ചേ. അത് തന്നെ മനസ്സിലാക്കിയാൽ മതി. സാറേ, ഞാൻ ഈ കണ്ണൂരിൽ നിന്നാണ്. എന്റെ പേര് മോനിച്ചൻ. രാഹുൽ രാജി വെക്കുകയല്ല വേണ്ടത്. രാഹുലിനെ ഇവര് ഒരു വിധത്തിലും മത്സരിക്കാൻ വിടുന്നില്ല എങ്കിൽ രാഹുല് പാലക്കാട്ട് തന്നെ സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. V.D. സതീശൻ എന്ന കള്ളൻ, അവൻ പിണറായി വിജയന്റെ കയ്യിൽ നിന്നും നമ്മുടെ ചൂരൽമല ദുരിതാശ്വാസ ഫണ്ടിന് കൊടുത്ത പൈസയില് കാട്ടുകള്ളനായ പിണറായി കക്കുന്നതിന്റെ ഒരു വീതം ഇവന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടിയെ തകർത്തിരുന്ന രമേശ് ചെന്നിത്തല, ഈ രണ്ട് ചെറ്റകളും മന്ത്രിക്കുപ്പായത്തിന് വേണ്ടി മുഖ്യമന്ത്രി കുപ്പായം തുന്നി തയ്പ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതിന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ കോൺഗ്രസ് പാർട്ടി ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടം ശക്തനായ നേതാവ് വേണമായിരുന്നു. ആ ശക്തനായ നേതാവിനെ തകർത്തെടുത്തതും കൊണ്ട് ഈ മൂന്നാം മുന്നണി വരുമെന്നാണ് എന്റെ ധാരണ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സമയത്തും എവിടെ കൊണ്ട് നിർത്തിയാലും
അയാൾ മത്സരിക്കും, അയാൾ ജയിക്കും. അതുപോലെ തന്നെ ഷാഫിയും ജയിക്കും. ഈ പടുകളവന്മാരെ ആയ ഒരു 3-4 ഉണ്ട്. അതിനകത്ത് ഉൾപ്പെടാത്ത ഒരാളാണ് കെ മുരളീധരൻ. കുറച്ച് മാന്യതൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോ. മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുപോലെ ബാക്കിയുള്ള ഈ കളവന്മാരൊക്കെ മാറാറ് കോൺഗ്രസ് ഗതി കിട്ടുകയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ യുവന്മാരെല്ലാം കൂടെ ക്രൂശിക്കുക ചെയ്തത്. ആ കൊച്ചിനെ തല്ലിക്കൊന്നിട്ട് ഇനിയും നവീൻ ബാബു തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ പോലെ യുവന്മാരെല്ലാം കൂടെ കൊന്ന് കെട്ടിത്തൂക്കുമെന്ന്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ചെറുക്കനെ പിന്നെ ഇവന്റെ ജീവൻ അപകടത്തിലിപ്പം. അവന് പ്രത്യേക സംരക്ഷണം കൊടുക്കണമെന്ന് സാർ എങ്ങനെയെങ്കിലും പറയണം. കാരണം ഇവന്മാരെ ഒരു കാരണവശാലും രാഹുലിനെയും ഷാഫിയെയും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. കാരണം ഇവന്മാരുടെ സ്ഥാനം തെറിക്കും. അതുകൊണ്ട് ആ പിള്ളേർക്ക് പരിപൂർണ സംരക്ഷണം കൊടുക്കണം. എന്നിട്ട് ഈ ഇപ്പോൾ പറയുകയാണെന്നൊരു രാഹുൽ മാങ്കൂട്ടം മുറി അടച്ചിരിക്കുന്നു, അവിടെ ഇരിക്കുന്നു, ഇപ്പറേ ഇരിക്കുന്നു എന്നൊക്കെ ഓരോരുത്തർ പറയുന്നു. ആ ചെറുക്കൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ ആ ചെറുക്കനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി ആത്മഹത്യ ചെയ്തൊന്ന് വരുത്തി തീർക്കാനും ഇവന്മാര് ശ്രമിക്കും. സത്യമാണ് സാറേ, ഞാൻ 65 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. ചെറുപ്പം തൊട്ട് ഈ രാഷ്ട്രീയ കളികളൊക്കെ കാണുന്നതാണ്. യഥാർത്ഥ ഒരു കോൺഗ്രസ്സുകാരനുമാണ്. ഇതിനകത്ത് കിടന്ന് കളിക്കുന്ന കളികളൊക്കെ ഒരുപാട് എണ്ണത്തിനും കണ്ടിട്ടുണ്ട്. സരിതയെ ഇറക്കിയിട്ട് അവൾക്ക് പിഴപ്പിച്ചൊരു ആക്കിയിട്ട് ഗണേഷ് കുമാർ ഇന്നും മന്ത്രിയാ. മുകേഷ് എന്നും പറഞ്ഞ നാറി ബലാത്സംഗം ചെയ്തിട്ട് അവരിന്ന് MLA. ഈ വി ഡി സതീശൻ ഇങ്ങനൊരു പരാതി ആരോ പറഞ്ഞിട്ട് ഏതോ പെണ്ണുങ്ങൾ അവരുടെ കടപ്പ് തീർത്തേച്ച് പിന്നെ ഇപ്പം തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞപ്പം ഈ വി ഡി സതീശൻ ഒരു കാരണവുമില്ലാതെ അവന്റെ യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെപ്പിച്ചതിനെ അങ്ങേയറ്റം ഞാൻ എതിർക്കുന്നു. സാറ് മാത്രം രാഹുലിന്റെ കൂടെ നിൽക്കുന്നതിന് ഞാൻ ഒത്തിരി അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. ഒരു വിധത്തിലും ആ രാഹുലിനെ കൈവെടിയരുത്. സാറ് മാത്രമേ അവന് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പേര് ജോയ്, കൊട്ടാരക്കര. നേരിട്ട് കണ്ടിട്ടില്ല. രാഹുലിനെ ഞാൻ ചാനൽ ചർച്ചകളിലാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഈ രാഹുലിനെ സംബന്ധിച്ച് ഈ പറയുന്ന ഈ പടുകളവന്മാര് യവനെ ഒന്നിനെയും വെച്ചേക്കരുത്. ഈ പിന്നെ ഈ ചാണ്ടി ഉമ്മനും ഈ സിദ്ദിഖും ഈ പിന്നെ ഷാഫിയും അബീബർക്കിയും പിന്നെ നമ്മുടെ ആ ശ്രീകണ്ഠൻ നായർ ഇപ്പൊ പാലക്കാട് ഈ പുള്ളികളെല്ലാം കൂടെ തീരുമാനിച്ച് ഈ പടുകളവന്മാരെ തള്ളിക്കളഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ സ്വതന്ത്രന്മാരായിട്ട് ഇന്നാ ജയിക്കില്ലയോ? ഒരു പാർട്ടിയും വേണ്ട, അവര് ജയിച്ചു വന്നിട്ട് അവർക്ക് പാർട്ടി ഉണ്ടാക്കാമല്ലോ. എന്റെ ആഗ്രഹം അതാ. ഇവരുടെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി യവന്മാര് കാണിക്കുന്ന നെറിയേട് ലോകത്തൊരു മനുഷ്യ സഹിക്കല്ല. ഈ രാഹുലിനൊരു തള്ളയില്ലേ? അവരിത് കേട്ടോണ്ടിരിക്കുമല്ലയോ? ഇത് ഇത്രയേ ഇട്ട് കളിപ്പിക്കുന്നത് ഈ കോൺഗ്രസ്സുകാരല്ലയോ? അല്ലാതാണ്ട് വേറെ ആരും അല്ലല്ലോ. മറ്റൊരു പിന്നെ അവരുടെ കാര്യങ്ങള് നമുക്ക് നേരത്തെ അറിയാം. ഡസൻ കണക്കിന് പീഡന കേസ് കിടപ്പുണ്ട് അവർക്ക്, ഡസൻ കണക്കിന്. ഈ സതീശ ഇത്രയും ഊറ്റം കൊള്ളുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഒരു കേസ് ഇയാളൊന്ന് നേരെയാക്കാൻ എന്താ, ഒന്ന് രാജിവെപ്പിക്കാതെ എന്താ? ഈ രാഹുൽ മാങ്കൂട്ടം 10-18 വയസ്സ് അല്ലെ 10-20 വയസ്സ് ചിലപ്പോ ഇത് സംഭവിച്ചു കാണാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ആണാ അതുപോലെ ഒരു സ്ത്രീയാ മറ്റേത്. എവക്ക് അറിയത്തില്ല അവന്റെ കടി മാറി എന്റെ വയറെന്നറിയോന്ന് അറിയാൻ വയ്യാഞ്ഞാന്നോ? അല്ലല്ലോ. എന്നിട്ട് ഈ പാവപ്പെട്ടവരെ ഇങ്ങനെ ഇട്ട് ക്രൂശിക്കുവോ? അത് ഈ പാർട്ടിക്കാരാ ഇത് ചെയ്യുന്നത്. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരായ ഈ ആൾക്കാരെല്ലാം ഒന്നിക്കണം. ഇവരുടെ സ്ഥാനം മാത്രം പിടിച്ചു കെട്ടാൻ നിൽക്കരുത്. അവര് ഒന്നിച്ചിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവന്മാര് വേണം നേതൃസ്ഥാനത്ത് വരാൻ. അല്ലാണ്ട് കണ്ണി കാണുന്നവന്മാരൊന്നും. എനിക്ക് സുധാകരൻ സാറിനോട് നല്ല ബഹുമാനമായിരുന്നു. പുള്ളിയെ എന്തിനു മാറ്റി? KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇതുപോലത്തെ മോഴകളെ കൊണ്ടുവച്ച ഒരു ശല്യവും ഇല്ലല്ലോ, അവിടെ അടങ്ങി കിടന്നോളും. അല്ല, അത് അവർക്കത് നല്ലത്. പക്ഷെ നമ്മൾ കേൾക്കുന്ന നമുക്ക് അത് ശരിയാവൂ? ആ സുധാകരൻ സാറ് ആ കണ്ണൂരിനകത്ത് അങ്ങേരല്ലാതെ ഒരു മനുഷ്യനെ അവിടെ പിടിച്ചു വയ്ക്കാവുമായിരുന്നു. ഈ പാർട്ടിക്കാരെന്താ നിശ്ചയിക്കാത്ത? ഞാന് 10-30 കൊല്ലമായിട്ട് UDFന്റെ ആള്. അതിനു മുമ്പ് CA2-ലായിരുന്നു.
തൊഴിലാളിയായിരുന്നു. എനിക്ക് പിന്നെ നമ്മുടെ വായിന്ന് വല്ലതും വീണ് പോയാൽ അബദ്ധമായി പോകുമെന്നുള്ളത് വെച്ചൊക്കെ ഞാൻ പേടിച്ചാൽ സംസാരിക്കുന്നത്. ഒന്നാമത് എങ്ങനെ എന്തെങ്കിലും ഇന്നത്തെ കാലത്താന്നല്ലോ ഈ നാക്കിനാന്നല്ലോ മൂർച്ച കൂടുതൽ. ഞാൻ കരുണാകരൻ വയനാട്ടിൽ നിന്നാണ്. വേണ്ട വേണ്ട വേണ്ട, 100 വട്ടം വേണ്ട. എന്തുകൊണ്ട്? ആരെ പേരിലും ആരോപണം ഉന്നയിക്കാം. അതിന്റെ നിജസ്ഥിതി അറിഞ്ഞാൽ മാത്രമേ, ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ കുറ്റവാളിയാകുന്നുള്ളൂ. സതീശൻ ക്ലിയർ ആവുക. സതീശൻ സ്വന്തം നിലയിൽ ഇമേജ് സംരക്ഷിക്കുക. എല്ലാവരുടെയും മുമ്പിൽ സതീശനാണ് എല്ലാത്തിന്റെയും കിങ് മേക്കർ. സതീശൻ വിചാരിച്ചാൽ എന്തും നടക്കും കോൺഗ്രസിൽ. അതാണ്, വേറൊന്നുമില്ല. അവനെ കുരുതി കൊടുത്താണെങ്കിലും സതീശൻ വരെ രക്ഷപ്പെടണമെന്നുള്ളത് താല്പര്യം. വേറെന്താ? ജനങ്ങൾ ആരോടൊപ്പമാണ്? ഈ പറയുന്ന പോലെ രാഹുലിനൊപ്പമാണോ? ജനങ്ങൾ ഒരുപാട് നാട്ടുംപുറത്ത് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ ഇഷ്ടംമാതിരി രാഹുലിനെ വെച്ചാൽ, പക്ഷെ അതിനൊരു ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ജനങ്ങളെ പ്രതികരണം മനസ്സിലാക്കുന്നില്ല എന്നുള്ളൂ. ഇതുപോലുള്ള ഇവരുടെ ബിനാമി ചാനലുകളിൽ ഇരുന്ന് തലങ്ങും വിലങ്ങും ആരോപണങ്ങൾ പറഞ്ഞ് ഇതാണ് ഒരു പൊതുജന അഭിപ്രായം എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി മാധ്യമ ടെററിസമല്ലേ നടക്കുന്നത് ഇവിടെ? അത് തന്നെ. ഈ ചാനലുകൾ തിരിച്ചുമറിച്ചും പറയുമ്പോൾ പറഞ്ഞാൽ അത് മാത്രം കേൾക്കുന്ന ജനങ്ങൾക്ക് വേറെ മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാൻ ഒരു വേദിയില്ലല്ലോ. എൻ്റെ പേര് കുര്യാക്കോസ്. ഒരു ചാനലിൽ ഇപ്പൊ നടക്കുന്ന ഓരോ കാര്യങ്ങൾ സാറത് വളരെ വ്യക്തമായിട്ട് പറയണതിൽ വളരെ സന്തോഷമുണ്ട്. ഈ VD സതീശനൊക്കെ ഇപ്പൊ ഒരു പിണറായിക്ക് വേണ്ടിയിട്ട് പഠിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു മറ്റു കണ്ടിട്ട്. ഇത്രയും അഹങ്കാരം പാടില്ല. പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രി ആയാലും ഇതേമാതിരിയുള്ള ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള കളി വളരെ മോശമാണ്. രാഹുൽ മാങ്കൂട്ടർ നല്ലൊരു മിടുക്കനായ ഒരു പയ്യൻ വളർന്നു വരുന്നു. അത് വളരെ മോശകരമായ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാവരും കൂടി നമ്മുടെ ഉമ്മൻചാണ്ടിനെ നശിപ്പിച്ചതുപോലെ ഇവനെയും ഇപ്പോൾ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് മനസ്സിലാവണം. അതുകൊണ്ട് സാർ ഈ ചാനല് തുടർന്ന് കൊണ്ടുപോകണം. നല്ല രീതിയിൽ ഇത് അവതരിപ്പിക്കണം. വേറെ ആരും തന്നെ ഈ രംഗത്തേക്ക് വരുന്നുമില്ല, ഒരു കാര്യം പോലും പറയുന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി നശിക്കുന്ന എനിക്ക് തോന്നണം. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ വളർച്ചയും കണ്ട് എനിക്ക് 10-20 വയസ്സുണ്ട്. കോൺഗ്രസ്സുകാരനുമാണ് ആയിരുന്നു. ഇപ്പൊ മനസ്സുകൊണ്ട് വളരെ വേദന തോന്നുന്നു. ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ വളർന്നു വന്നവരെ നശിപ്പിച്ചാൽ പുതിയ തലമുറയിൽ ആരെങ്കിലും വരുമോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വയസ്സായ ആളുകൾ പോയി കഴിയുമ്പോൾ നല്ല മിടുക്കന്മാരായ കഴിവിട്ട ആളുകൾ ഈ പ്രസ്ഥാനത്തിന് വരണ്ടേ സാറേ? പാർട്ടി ഉണ്ടാവുമോ? ഇപ്പൊ പാർട്ടിയോട് പുതിയ ജീവൻ വെച്ച് വളർന്നു വരുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ സതീശൻ കാര്യം നിയമസഭയിൽ നല്ല രീതിയിലൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. അതൊക്കെ കൊള്ളാം. പക്ഷേ ഈ മറ്റുള്ള ജനകീയ കാര്യങ്ങളിലൊന്നും അദ്ദേഹം കാര്യമായ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതുപോലുള്ള ചെറുപ്പക്കാരെ ചങ്കൂരത്തോടുകൂടി പോലീസുകാരെ അവരുടെ ചവിട്ടും കുത്തും തല്ലും ഒക്കെ ധീരതയോടെ, അതായത് നമ്മുടെ സുധാകരൻ സാറിന്റെ ശൈലി ഒരു സമരരംഗത്ത് അവതരിപ്പിക്കാനും മാർഷൽ പാർട്ടിക്ക് നേരെ ശക്തമായ നിലപാടോടുകൂടി മുമ്പോട്ട് പോകാനും ഇത്രയും കഴിവിട്ടൊരു ചെറുപ്പക്കാരനെ നശിപ്പിച്ച് കളയാന്ന് പറഞ്ഞാൽ ഈ രമേശ് ചെന്നിത്തലയൊക്കെ പണ്ടെടുത്ത് കളയണം അയാളെയൊക്കെ. ഈ സതീശൻ ഇത്ര മോശക്കാരനൊന്നും അറിയണമെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ 70 വർഷം കോൺഗ്രസിന്റെ കൂടെ ഞാൻ ഒരു തൊഴിലാളിയായിരിക്കുമ്പോൾ INTC പ്രസ്ഥാനത്തിൽ കമ്മിറ്റി അംഗവും അതിന്റെ ബന്ധപ്പെട്ട് ആ കമ്പനിയിലെ INTCയുടെ കമ്മിറ്റി മെമ്പറുമായിട്ട് പിരിയുന്നവരെ അങ്ങനെ നടന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ വളരെ വ്യസനം തോന്നും. ഇതൊക്കെ കേന്ദ്ര നേതൃത്വം അറിയുന്നില്ല എന്ന് ഞാൻ ആലോചിക്കും. കാല വിപരീത ബുദ്ധി എന്ന് പറയണ മാതിരി ഇവര് എന്തിന്റെ പുറപ്പാടാണ്? ഇവരിത് നശിപ്പിച്ചേ അടങ്ങുള്ളൂ എന്ന് എനിക്ക് തോന്നണം. ഇവര് തമ്മിൽ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ പിണറായി ഈ സതീശനുമായിട്ടൊന്നും ഇപ്പൊ എന്റെ ഇവരെ ഓരോ പ്രവൃത്തിയും ചാനലിന്റെ ഓരോ സംസാരവും ഒക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നണേ. അപ്പൊ സാറ് ഇത് തുടർന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഇത് ഈ രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച് വേറൊരു പാർട്ടിയിൽ സ്വതന്ത്രമായ ഒരു പാർട്ടി ഉണ്ടായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് എവിടെ നിന്നാലും ജയിക്കും. ഈ കോൺഗ്രസിന്റെ ലേബൽ ഇല്ലെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ അനേകായിരം ആളുകളും ചെറുപ്പക്കാരും പ്രായവരും അവനെ പ്രോത്സാഹിപ്പിക്കും സാറേ. ഇത് വളരെ വ്യസനം തോന്നുന്നുണ്ട്. അത് ഇത്രയും കാലം ഒരു കോൺഗ്രസ്സുകാരൻ വോട്ട് ചെയ്ത് കൈപ്പറ്റിക്കും. അതുപോലെ തന്നെ പല സമരങ്ങൾക്കും ഞാൻ പോയിട്ടുണ്ട് ഒരു സമയത്ത്. ഇപ്പോഴെന്നെ പറ്റൂല, ഞാൻ പോകാറില്ല. പക്ഷെ ഈ ഒരു പ്രതീക്ഷയ്ക്ക് വകുപ്പ് കാണുന്ന ഈ സമയത്ത് ഇവരിത് തല്ലി ഉടയ്ക്കാണ്. അതായത് വൈകുന്നേരം വരെ കാരണന്മാർ പറയും വെള്ളം കോരിയിട്ട്, വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് കുടം
തല്ലുടയ്ക്കുന്ന ഒരു സ്ഥിതിയാണ് പോയി കാണിക്കുന്നവര്. ആ കേക്ക് മുറിക്കണേയും മറ്റേ കണ്ടു കഴിഞ്ഞാൽ എന്ത് പഞ്ചാര കുട്ടപ്പൻ നമ്മുടെ സതീശൻ സാറ് ആ കേക്ക് മുറിക്കുന്നതൊക്കെ കാണുമ്പോഴേ അത് എന്ത് ഒരു പഞ്ചാര വർത്താനമൊക്കെ കാണുമ്പോൾ നമ്മൾ വലിയ ശുദ്ധനാണെന്ന് തോന്നുന്നത്. അതിലൂടെ അത് കാണുമ്പോൾ തന്നെ കാണാം. അത് ഇവരൊക്കെ ഈ 3 കൊല്ലവും 4 കൊല്ലവും മുമ്പ് ഒരേ കാര്യങ്ങൾ പറയണത് ഈ ഇത്രയും കാലം ഉണ്ടായിട്ടൊന്നും മിണ്ടാതെ ഒരു കോഴിക്കോടുകാരനും ഒരുത്തൻ കണ്ണൂർക്കാരനും ഒരുത്തൻ ഈ മാൻകൂട്ടം പാലക്കാട് നിന്ന് മത്സരിച്ച സമയത്ത് അവൻ മിണ്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 10,000 വോട്ടെങ്കിലും കുറയ്ക്കാൻ പറ്റിയാണ്. ഈ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുന്ന സമയത്ത് ഇവൻ ഇതൊന്നും പറഞ്ഞില്ല. ഇപ്പൊ അവൻ വന്നുകൊണ്ട് പറയാണ് അവന് എന്റെ പൊന്നോ അവൻ പറയാത്ത കാര്യങ്ങളില്ല. എറണാകുളത്തെ ഇലക്ഷനോട് കൂടിയാണ് ഉമാ തോമസിന്റെ ഇലക്ഷനോട് കൂടിയാണ് പരിചയപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് ഞാനത് കണ്ടു. സാറിന്റെ ഈ ചാനൽ നല്ല രീതിയിൽ ഇങ്ങനെ പോട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. റജി എന്നാണ്. ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ്. ഒരു കാരണവശാലും രാഹുൽ രാജിവെക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. രാജിവെച്ചാല് അത് ഇതുപോലെ ഇനിയും പെണ്ണുങ്ങൾ ആരെക്കുറിച്ച് എന്തും പറയാം. പ്രതിപക്ഷത്തിന് പോലും ആവശ്യമില്ല. വി ഡി സതീശനാണ് നിർബന്ധം രാജിവെക്കണമെന്ന്. അയാൾക്ക് മുഖ്യമന്ത്രി ആകാൻ വേണ്ടി അയാളൊരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നാടകമല്ലാതെ പിന്നെ ഇങ്ങേര് വളർന്നു വന്നാൽ അയാൾക്കൊക്കെ ഇപ്പം അറിയാം. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഹുൽ ഇതിന് മുമ്പ് കേരളത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രതിപക്ഷത്തിന്റെ കടമയെന്ന് പറയുന്ന അവരില്ലാത്ത ഇഷ്യൂസ് ഉണ്ടാക്കി എങ്ങനെയും അവർക്ക് അടുത്ത പ്രാവശ്യം ഭരിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അതിന് കോൺഗ്രസ്സുകാർ നിന്ന് കൊടുക്കുക. രാഹുലിനെ കൊണ്ട് രാജിവെപ്പിച്ച് അത് കേരളത്തിൽ കോൺഗ്രസിന്റെ തകർച്ചയായി മാറും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ്. രാഹുലിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ സന്തോഷമുള്ള ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം ചങ്കൂറ്റമുള്ള പട്ടണമുള്ള അങ്ങനെ അത് ഇടതുപക്ഷത്തായാലും ബി ജെ പിയിലായാലും അതുപോലുള്ള നല്ല നേതാക്കൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണം. ഞാൻ ജനങ്ങളെ തന്നെ ആഗ്രഹിക്കുന്നില്ല, രാഷ്ട്രീയത്തെക്കാളും ഉപരി നല്ല പ്രതികരിക്കുന്ന ഈ പ്രാവശ്യത്തെ പിണറായി വിജയനെ നേരിട്ട് നിന്ന് ചങ്കൂറ്റത്തോടുകൂടി വെല്ലുവിളിക്കാൻ പറ്റിയ കോൺഗ്രസിൽ നിന്നുണ്ടായിരുന്ന നേതാവ്. നേരത്തെ അതുപോലെ ഉണ്ടായിരുന്നു പി.ടി. തോമസ്. അപ്പം അവരെയെല്ലാം പണ്ടേ കത്തോലിക്ക സഭ തകർത്തു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം വ്യക്തിത്വം ഉള്ളതുകൊണ്ട് പിടിച്ചു തന്നു. അപ്പം ഇദ്ദേഹത്തെ ഈ കൂട്ടത്തിലുള്ളവന്മാർ തന്നെ പിന്തിരിപ്പന്മാർ തന്നെ ഇല്ലാതാക്കും. അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നാണ് അത്. അപ്പം എനിക്ക് ഒരു ഈ രാഹുൽ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാടെടുത്തു. വാർത്തക്കാരും കൂടി വിളിച്ചു താങ്കളുടെ ന്യൂസാണ് അതിൻ്റെ അകത്ത് ശക്തമായ ഒരു നിലപാടെടുത്തു. അപ്പം രാഹുലിനെ സ്നേഹിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. നല്ലൊരു ചെറുപ്പക്കാരൻ വളർന്നു വരേണ്ടതാണ്. കാരണം കേരളത്തിന് അതുപോലെ ശക്തമായിട്ട് ഓരോ വിഷയങ്ങളെയും അഡ്രസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാകും. അതുകൊണ്ട് രാഹുൽ ഒരു കാരണവശാലും രാജിവെക്കില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കോയമ്പത്തൂർ എൻ്റെ പേര് വിനു എന്നാണ്, വിനു ജോസഫ്. ഞാൻ ഏറ്റുമാനൂരുകാരനാണ്, കടുത്തുരുത്തി. ഒരു കാരണവശാലും രാജിവെക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം തന്നെ ഒരു തെറ്റുകാരനാകത്തുമില്ല. ഇത് വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ രാഹുലിന്റെ ഇതേ ഒരു സിറ്റുവേഷനിൽ കടന്നു വന്നിട്ടുള്ള ആളാണ്. ഞാൻ കോട്ടയത്ത് നാട്ടകം പോളിയില് ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത്, അതായത് എനിക്കിപ്പോൾ ഒരു 51 വയസ്സുണ്ട്. ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന കാലത്ത് അന്ന് അറിയാലോ നാട്ടകം എന്ന് പറഞ്ഞാൽ SFIക്കാരുടെ കോട്ടയാണ്. അതിനു മുമ്പ് ഞാൻ 8ാം ക്ലാസ് തൊട്ട് ഞാൻ ഇലക്ഷൻ നിൽക്കുന്ന എല്ലാ KSU പാനലിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ നിന്ന് എന്റെ പണി പോലും കളഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോണതാണ്. അത് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ട കാര്യമില്ല. ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടം ഒരു ദിവസത്തിനും തെറ്റുകാരനല്ല. അബദ്ധവശ ചെറിയ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ CPM-കാർ എത്രയോ പേരെ കടകംപള്ളി സുരേന്ദ്രനെ തൊട്ട് ഗണേശനെ തൊട്ട് എത്ര പേര് മുകേഷിനെ തൊട്ട് AK ശശീന്ദ്രനെ തൊട്ട് എത്രയോ പേരെ ഇവരെ സപ്പോർട്ട് ചെയ്ത് വന്ന് ഇതിനേക്കാൾ ഭയങ്കര ഗുരുതരമായ കുറ്റം ചെയ്ത ആളുകളെ ഇവർ സപ്പോർട്ട് ചെയ്ത് ഇവര് ചെറിയൊരു വീഴ്ച വന്ന് ഊരം പേരില്ലാത്ത ഏതോ ഒരു പെണ്ണ് അവർ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ പടക്കം എന്നാ വിളിക്കേണ്ടത്. ഏതോ ഒരു പടക്കം വന്ന് ഏതോ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇവനെ കൊണ്ട് ചെയ്ത് ഭയങ്കര തെറ്റല്ലേ VD സതീശൻ. ചെന്നിത്തല എങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്തത്? ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആരാധിച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ ചെന്നിത്തല. ഇതിനെപ്പറ്റി പറയാമോ? ഇങ്ങനെ ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടത്തിൽ അവന്റെ സപ്പോർട്ടായിട്ട് അവന്റെ കൂട്ടത്തിൽ ജോലിക്കായിട്ട് ഫ്രീ ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടത്തിലുള്ള സ്റ്റാഫായിട്ട് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ പോലും തയ്യാറായിട്ട് നിന്ന ഒരാളാണ് ഞാൻ. അതുപോലെ എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ട് പറയുവാണ് രാഹുൽ മാങ്കൂട്ടം. അതൊക്കെ ഞാൻ ഈ സെയിം സിറ്റുവേഷനിൽ ഞാൻ കടന്നുകൊണ്ടുള്ള ആളാണ്. ഞാൻ നാട്ടിൽ മുകളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൈയും കാലും വെട്ടിക്കളഞ്ഞ SFIക്കാർ പറഞ്ഞിട്ട് പോലും അവരോട് വാശി പിടിച്ച് നിന്ന് ഇലക്ഷനിൽ ജയിച്ച ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന് നമ്മൾ 100% പിന്തുണ കൂട്ടത്തില് ഇദ്ദേഹത്തിന്.
നിങ്ങൾ മാത്രം ഇത് ആദ്യം ഷാജൻ കുറച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമായിരുന്നു. മറുനാണ് ഷാജന് ഇപ്പൊ നേരെ പ്ലേറ്റ് മാറ്റി. ഞാൻ ന്യൂയോർക്കിൽ നിന്നാണ്. ഞാൻ ബെൻസി തോമസ്. അല്ല, ഞാൻ ആരും രാഷ്ട്രീയത്തിലൊന്നും ഇല്ല. പക്ഷെങ്കില് എനിക്ക് ഈ പയ്യനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. ഞാൻ ഇങ്ങനെ ചാനലിനകത്ത് വാർത്തക്കകത്തൊക്കെ കേൾക്കുമ്പോഴൊക്കെ നല്ലൊരു നേതാവായിട്ടാണ് എനിക്ക് അതിനെ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴുള്ള ഈ വാർത്തകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മാങ്കൂട്ടത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ പയ്യൻ നല്ലൊരു പയ്യനാ, നല്ല രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാൻ ചാൻസ് ഉള്ള ഒരുവനാ. അവനെ ഇത്രയും താഴ്ത്തി ഇവർ ഈ പ്രവർത്തിക്കുന്നതൊക്കെ വളരെയധികം ക്രൂരതയാണ്. ഞാൻ നോക്കിയിട്ട് ഇതിനു വേണ്ടി പ്രതികരിക്കണം തന്നെയാണ് പറയുന്നത്. ഇത്രയുള്ള ആൾക്കാരെ അവൻ ഇലക്ഷനിൽ നിന്ന സമയത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇലക്ഷന് MLA സ്ഥാനത്ത് നിന്ന സമയത്ത് അവന് എന്തുകൊണ്ട് പറഞ്ഞില്ല ഇവൻ ഇങ്ങനെ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് ഇവന് ഇലക്ഷന് നിൽക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ളത് അന്ന് തന്നെ പറയേണ്ടിയിരുന്നു. ഇത് 3-3.5 മാസമായി സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രവർത്തനം ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിവെച്ചിരിക്കുന്നു. അത് ദുരുദ്ദേശപരമാണെന്ന് ആർക്കും മനസ്സിലാകത്തില്ല. കാരണം ഒരു പരാതി പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. ഒരു പരാതി പോലും ഇല്ല, ഒരു പോലീസ് കേസില്ല. സ്ത്രീകൾക്കും ഇതിനെതിരായിട്ട് കംപ്ലൈന്റ് കൊടുക്കണം. കോടതി തന്നെ ഇതിന് നിയമം കൊണ്ടുവരണം. ചുമ്മാണ്ട് ആവശ്യമില്ലാണ്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇലക്ഷൻ സമയമാകുമ്പോൾ ഒത്തിരിയും ഇങ്ങനെയുള്ള രീതികൾ പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശമായിട്ടുള്ള ഒരു അവസ്ഥയായത്. അവരെക്കുറിച്ചും ചിന്തിക്കണം, അവർ സ്വയം ചിന്തിക്കണം. ഞങ്ങൾ എന്താണ് ഈ പറയുന്നത്, ആരെക്കുറിച്ചാണ് പറയുന്നത്, അവർ സ്വയം ചിന്തിക്കണം. നമ്മുടെ രാജ്യം തകർക്കാനല്ല ശ്രമിക്കേണ്ടത്, ഒരു കൂട്ടായ്മയാണ് ആവശ്യം. അത് നമ്മൾ ഒരാളെ ഒരു തെറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് അവരോടൊന്നിച്ച് ഡയറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കുക. ആ രണ്ട് പ്രവൃത്തി, ആ ലേഡിയും അവനുമായിട്ട് നിന്ന് കേക്ക് കട്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ അവന് ഇത്രയും പരിചയമുള്ള ഒരു വ്യക്തിയോട് അവരോട് സംസാരിക്കണം. എന്താണ് ഇതിനകത്തുള്ള ഉള്ളടക്കം എന്നുള്ളത് മനസ്സിലാക്കുക, എന്നിട്ട് പ്രതികരിക്കുക. അല്ലാണ്ട് ഇതെന്താണ്ടോ ചുമ്മാതെ രാജി ആവശ്യപ്പെടുക, അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞാൻ കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. ആ പെൺകുട്ടി പറയുന്നുണ്ടല്ലോ, അവളെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവന് എന്താ ഇതിനകത്തൊക്കെ കേൾക്കുന്നവർക്ക് തന്നെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് തോന്നുന്നത്. സത്യമാണോ? അവൻ രാജിയൊക്കെ കൊടുക്കില്ല. എന്തിനു കൊടുക്കണം രാജി? അവൻ രാജി കൊടുക്കേണ്ടത് അവൻ തെറ്റെന്നുള്ളത് തെളിഞ്ഞു വരട്ടെ. അവൻ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷ കൊടുക്കണം, തീർച്ചയായും. പക്ഷേങ്കിൽ തെറ്റല്ലാത്ത അവൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അത് അന്വേഷിച്ചിട്ട് അതിനൊരു മറുപടി കൊടുക്കുക അല്ലേ വേണ്ടത്. എന്റെ പേര് ആൻഡോ, ചങ്ങനാശ്ശേരിയാ. രാഹുൽ തെറ്റുകാരനാണെന്ന് പറയാൻ പറ്റുകയില്ല. രാഹുലിന്റെ വളർച്ചയിലെ വിരളി പൂണ്ട VD സതീശനെ കൂട്ടുള്ള ആളുകള് അവനെ വെട്ടിക്കളയുന്നതാണിത്, മനസ്സിലായില്ലേ? അല്ലാതെ രാഹുൽ ഇതിനകത്ത് തെറ്റുകാരനാണെന്ന് വാദിയില്ല, FIR-ഉം ഇല്ല, കേസും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഒരു സംശയത്തിന്റെ നിഴലിൽ അവനെതിരെ നടപടി സ്വീകരിച്ചു. അത് തന്നെ അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഭരണകക്ഷിയിലിരിക്കുന്ന മന്ത്രിക്കെതിരെ ആക്ഷേപം വന്നപ്പോഴത്തേക്കിന് അതിന്റെ ആവശ്യമില്ല, രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. മുകേഷിനെതിരെ വന്നപ്പോഴും രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ അവർ നടത്തുന്ന പ്രവർത്തനത്തിനോടൊപ്പം VD സതീശനും അതിൻ്റെ കൂടെ കൂടി. ഈ VD സതീശന് വരുന്ന തവണ മുഖ്യമന്ത്രി കസേര കിട്ടത്തില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അത് വേറെ ആമ്പിള്ളേർ വരും, അത് ഉറപ്പായി. അതെ, അങ്ങനെ വേറെ ആമ്പിള്ളേർ ലാസ്റ്റ് വരുമെന്ന് പേടിച്ചിട്ട് എന്നാൽ എനിക്കില്ലാത്തത് വേറെ ഒരുത്തനും വേണ്ട എന്ന് പറഞ്ഞ് പിണറായി വിജയനുമായിട്ടൊരു ഡീലുണ്ടാക്കിയുള്ള ഇത് പാർട്ടിയെ തകർക്കാനുള്ള ഒരു പദ്ധതിയല്ലേ ഇവന്റേത്? അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ സത്യാവസ്ഥ. അല്ല, VD സതീശനൊന്നും ആരും വരത്തില്ല. ഈ രാഹുലിനെ കൂട്ടോ അല്ലെങ്കിൽ ഷാഫിയെ കൂട്ടോ ഈ പ്രസ്ഥാനത്തിനൊരു വെളിച്ചം ഉണ്ടാക്കി തന്ന അവരൊക്കെ ആയിരുന്നു. അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ VD സതീശന്റെ ഒരു കളി. എന്റെ പേര് ഐസക്കാണ്, അമേരിക്കയിൽ. എന്തോ അവിടെ നടക്കുന്നേ? നല്ല കാര്യമുണ്ടോ? ഇവർക്ക് ഒറ്റക്കെന്ന് എതിർക്കാനൊക്കത്തില്ലയോ? മറ്റവരെ ചെയ്തിട്ട് വിട്ട് CPM-കാർ ഇവരെല്ലാം എതിർക്കേണ്ടതല്ലേ? എത്ര കേസുകൾ CPM-ന്റെ പേരിലുണ്ടാക്കിയിരിക്കുന്നത്? അതിനൊക്കെ എതിർത്ത് അവരെ എതിർത്ത് നിൽക്കുമല്ലോ. മുഖച്ചിനെയോ മറ്റേ ആരെയും അവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തിയിരിക്കില്ലേ പാർട്ടി? അതൊന്നും വലിയ കാര്യമല്ലെന്നല്ലേ അവർ പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നത് രാജിവെക്കണമെന്ന്. അപ്പൊ നമ്മളെ പാർട്ടിക്കാര് ചെന്നിത്തലയും ഇവരും ഒക്കെ ആയിട്ട് എന്തോ ഇത് കാണിക്കുന്നേ? അപ്പൊ ആ പിടിച്ച് എടുക്കണേ തലപൊങ്ങി വന്നപ്പോൾ ഉള്ള അസുഖമാ. മുറുക്കന്മാർക്ക് മാറിക്കൊടുത്തൂടാ. ഞാനിത് കാണുന്നുണ്ട്, കേട്ടോണ്ടിരിക്കുക. അന്നേരം പോലും നമുക്ക് ഇവിടന്മാരെ കുറച്ച് അഴിച്ചു വിട്ടിരിക്കുക. സാർ, എൻ്റെ പേര് ദിനേശ് എന്നാണ്. ഞാൻ വിളിക്കുന്നത് പെരുമ്പാവൂർ നിന്നാണ്. രാജിയുടെ ആവശ്യമില്ല സാർ. അങ്ങനെ രാജിവെക്കണം. എത്ര MLA വരെ രാജിവെക്കണം? കേരളത്തിൽ എത്ര മിനിസ്റ്റർ വരെ രാജിവെക്കണം? കേരളത്തിൽ എത്ര മിനിസ്റ്റർമാർ രാജിവെക്കണം? എത്ര MLA വരെ രാജിവെക്കണം? പിന്നെ വെക്കുന്ന നമ്മുടെ മുകേഷ് രാജിവെക്കണ്ടേ?
ഇപ്പോൾ മാങ്കൂട് രാജിവെക്കുന്ന നാലുപേരുടെ CPM ആൾക്കാരുണ്ടല്ലോ, അവരാദ്യം എം എൽ എ രാജിവെപ്പിക്കട്ടെ. അല്ല, CPM-മാർക്ക് പോലും ആവശ്യമില്ലാത്ത ആവശ്യമാണ് സതീശന് ഉന്നയിക്കുന്നത്. സതീശന്റെ നിലപാടിനോട് യോജിക്കുന്നു. സതീശൻ ഈ കണക്ക് പോയാൽ പറവും ജയിക്കൂല. ഞാൻ അറിഞ്ഞ ജില്ലക്കാരനാണ്. അയാളെ തീരുമാനിക്കുന്നത് അയാൾ രാജിവെക്കണോ വേണ്ടത് എന്നുള്ളത് പ്രവർത്തകർ തീരുമാനിക്കും. ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്ത് ഇല്ലാതാക്കുന്ന ഇതുള്ള നേതാക്കന്മാരാണ്. ഇത് മുൻകാലത്ത് നല്ല നേതാവുണ്ടായിരുന്നു. കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി K. കരുണാകരൻ. ആ K. കരുണാകരൻ അഴിമതി പ്രശ്നം പറഞ്ഞപ്പോൾ ഈ കോൺഗ്രസ്സുകാരെ കാലുപിടിച്ച് കരഞ്ഞു, ഞാൻ നിരപരാധിയാണ്. അങ്ങേരെ കൂടുതൽ കുട്ടിയവരാണ് കോൺഗ്രസ്സുകാർ. ആ പാരമ്പര്യം ഇന്നും പിന്തുടരുകയാണ്. മാങ്കൂട്ട നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തനായ നേതാവാണ്. അങ്ങനെ രാജ്യത്തിന്റെ പ്രശ്നമില്ല. കാരണം ഇത് അയാൾ ചെയ്ത് വലിയ നല്ല കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ തെറ്റ് കാണിച്ചിട്ടുണ്ടെന്ന് 100% തെളിവ് വന്നാൽ ശിക്ഷിക്കപ്പെടണം. അത് കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും BJP-കാരനായാലും ആരാവട്ടെ. തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. ഒരു പെൺകുട്ടി ഗർഭിണി ആയാൽ ആ പെൺകുട്ടി ആണത് കുറ്റം മാത്രമാണോ? ആ പെൺകുട്ടിക്ക് അതിന് പങ്കില്ലേ? അത് വലിയ അപരാധമാണോ? അങ്ങേര് MLA ആയി കഴിഞ്ഞ ശേഷം നടന്ന സംഭവമല്ല, 3 വർഷം മുമ്പ് സംഭവത്തെ കുറിച്ചാണ് വന്നിരിക്കുന്നത്. അങ്ങേരെ പേരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തകരുണ്ടാവും. അങ്ങേര് രാജിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് രാജിവെക്കുകയാണെങ്കിൽ അങ്ങേര് പൂർണ്ണമായിട്ട് തെളിയണം, 100% തെളിയണം അങ്ങേര് കുറ്റവാളിയാണ് എന്ന് കഴിഞ്ഞ ശേഷം അതിന് നമുക്ക് പരിശോധിക്കാം. അതിന്റെ പേരിൽ നിന്ന് കേരളത്തിൽ നടക്കുന്ന പല പല പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ പോവുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ വന്നിരിക്കുന്നു, അസംബ്ലി എടുക്കുന്നു, അതിനിടയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്? കേരളത്തിൽ എത്ര ജനങ്ങളെ പ്രശ്നമുണ്ട്? ഓണക്കാലം എടുത്തു, പെൻഷന്റെ പ്രശ്നമുണ്ട്, മറ്റെത്ര കാര്യങ്ങളുണ്ട്. ഇവയെല്ലാം ചർച്ച നടക്കണ്ടോ? ഇതൊരു നിസ്സാരവൽക്കരിച്ച് കൊണ്ടുവരികയല്ല, കാര്യം വലിയ പ്രശ്നം തന്നെയാണത്. മാങ്കുടത്തിൽ പറയുക കോൺഗ്രസ് പ്രവർത്തകരുണ്ടാവും, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ടാവും. അങ്ങനെ രാജ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ചെയ്ത് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ഏത് നേതാക്കന്മാരാണ്? അവരാണ് ഈ കോൺഗ്രസിനെ നശിപ്പിച്ചിട്ടുള്ളത്. കോൺഗ്രസ് നശിപ്പിക്കുന്ന ഏതെങ്കിലും പരിപാടിയായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചൂടിനടിക്കേണ്ടി വരും ഞങ്ങൾക്ക്. ഇത് മുൻകാലം കോൺഗ്രസ് ശക്തമായിരുന്നു. ആ ശക്തിയായിരുന്ന കോൺഗ്രസ് നശിപ്പിച്ച ഈ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്. ഈ കോൺഗ്രസിന്റെ ശാപം, അതായത് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ശാപം എന്ന് പറയുന്ന ഏതൊക്കെ മുതിർന്ന നേതാക്കളെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? സാറേ, ഇപ്പം പ്രായാധിക്യം വന്നിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇന്നും നേതാക്കന്മാരുണ്ട്. അവർക്ക് ഇന്നും അധികാരം വേണം എന്ന് പറഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന കുറെ നേതാക്കന്മാരുണ്ട്. ആരൊക്കെയാണ് സാർ? ഞാൻ പറയുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന പല യുവ നേതാക്കന്മാരുടെ പേരുകൾ ഇപ്പൊ കുറച്ച് കാലമായിട്ട് 1 മാസം 2 മാസത്തിനുള്ളിൽ 5-6 മാസത്തിനുള്ളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തലമുതിർന്ന വാർദ്ധക്യമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അവർക്കൊക്കെ ഇനി ആയാലും ചെന്നിത്തലയായാലും മറ്റുള്ള ഇനി അടുത്തൊരു മന്ത്രി കേരളത്തിൽ മത്സരിച്ച് എനിക്കൊരു MLA ആവണം, മന്ത്രി ആവണം ആഗ്രഹിക്കുന്ന കുറെ നേതാക്കന്മാർ. അത് നടക്കൂല കേരളത്തില്. നടക്കാത്തൊരു കാര്യമാണത്. MLA ആയിക്കഴിഞ്ഞാൽ MLA ആയിക്കണം. MP ആയി MP-മാർക്ക് കേന്ദ്രത്തിൽ ജോലി ഉണ്ടെന്നേ, ഒരുപാട് നേരത്തെ കുറിച്ച് ഒരുപാട് ജോലിയുണ്ട്. ആ ജോലി ചെയ്താൽ കേരളത്തിൽ വന്ന് മത്സരിച്ച് മിനിസ്റ്റർ ആകാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന കുറെ നേതാക്കന്മാരുണ്ട്. ഒരു അഭ്യർത്ഥന കാര്യം നടക്കൂല. പ്രസ്ഥാനത്ത് കോൺഗ്രസിന്റെ പ്രസ്ഥാനത്ത് നശിപ്പിക്കാൻ എടുക്കുന്ന നിലപാട് ചെയ്തുകൊണ്ട് അവര് പൊതുറോളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അവർക്ക് ഞങ്ങൾ സമ്മതിക്കില്ല പ്രവർത്തകർ. മാങ്കൂട്ടത്തിൽ പോയ ഒരു നേതാവിനെ അടിച്ചു നാട്ടാൻ ശ്രമിക്കണ്ട. മാങ്കൂട്ടായാലും ഷാഫിയായാലും വളർന്നു വന്ന ഏത് യൂത്ത് കോൺഗ്രസിന്റെ നല്ല നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെ ചവിട്ടി താത്താൻ കോൺഗ്രസ് പ്രവർത്തകർ സമ്മതിക്കില്ല. കോൺഗ്രസ് പ്രവർത്തകർ കൈ കെട്ടി മാറിയിരുന്ന അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ട് വിഷമിച്ചു നിന്നുകൊണ്ടാണ് പ്രതികരിക്കേണ്ടിരുന്നത്. അതുകൊണ്ട് പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ത്യൻ ജനതയ്ക്ക് ആവശ്യമാണ്. ഇന്ത്യ രാജ്യത്ത് മുസൽമാനും ക്രിസ്ത്യനും പാഴ്സിയും സിഖും എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കണം. ഇന്ത്യ മതേതരത്വം വേണം. ആ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടാവുള്ളൂ. ഇവിടെ ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും മുസൽമാനുമാണ് ഒരുമിച്ച് ജീവിക്കണം. ആ ജീവിക്കണമെങ്കിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടാവണം. ആ പ്രസ്ഥാനത്തിനെ തകർക്കാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ശ്രമിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ കൈയും കെട്ടി നിൽക്കുമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ വിചാരിക്കേണ്ട, ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാനും ഒരു വീട്ടമ്മയാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഒന്ന് രാജിവെച്ച് ഒഴിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ അഭിപ്രായമാണത്. എന്തുകൊണ്ടാണ്? രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന്റെ യൂത്ത് പ്രസിഡന്റായി മാറി നിൽക്കാൻ പറഞ്ഞതുകൊണ്ട് അതേപോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മാറി നിൽക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ളൊരു കേസാണ്. ഇതിനു മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടിയെ ദേശാഭിമാനി പത്രത്തിൽ പെണ്ണുങ്ങളുടെ അരിപ്പാവാടയും കാണിച്ച് വള്ളിച്ചായതും കാണിച്ച് അയാളുടെ ഫോട്ടോയും കാണിച്ച് നാടുമൊത്തം പ്രചരിച്ച് 10 വർഷം ഭരണം കളഞ്ഞ് ഈ കോൺഗ്രസ് നേതാക്കന്മാര് എന്തിനാണ് ഇനി ഇങ്ങനെ ഇരിക്കുന്നത്? അതിന് ഞങ്ങൾക്ക് ഇനി ഖേദമുണ്ട്. ഈ വളർന്നു വരുന്ന നേതാക്കന്മാരെ താഴ്ത്തിയിട്ട് ഓരോന്നും കാണിക്കുന്ന ഈ പഴയ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് പുച്ഛമാണ്. 2, ഞങ്ങളുടേതായ ഈ പഴയ നേതാക്കന്മാരായ കുറെ പേരുണ്ട്. അവരിപ്പം പറയുന്നത് രമേശ് ചെന്നിത്തല, TD സതീശൻ,
മുരളീധരൻ, ഇങ്ങനെയുള്ള പഴയ കുറെ നേതാക്കന്മാരുടെ പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് പറയണതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെയൊക്കെ ഒരു ഫാഷനാണ് അടുത്ത ഓരോ മണ്ഡലങ്ങളിലും ഏതൊക്കെ കോൺഗ്രസ് മെമ്പർമാർ ജയിക്കുമോ, ഏതെല്ലാം MLA ജയിച്ചു വരുമോ അതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷ വോട്ട് വാങ്ങുന്ന വ്യക്തിയായിരിക്കണം ഇനിയുള്ള കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാകേണ്ടത്. ആ ജയിച്ചു വരുന്ന മെമ്പർ 25 വയസ്സായാലെന്ത്, 32 വയസ്സായാലെന്ത്, 18 വയസ്സായാലെന്ത്, അവനായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇനി വരേണ്ടത്. അല്ലാതെ ഈ പഴയ കിളവന്മാരല്ല ഇനി വരേണ്ടത്. ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും അപേക്ഷയാണിത്. ഇത് ഞങ്ങളെപ്പോലെയുള്ള വളർന്നു വരുന്ന യുവ നേതാക്കളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന വെളിപ്പെടുത്തലാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ഇതൊന്നും നിങ്ങൾ എല്ലാവരെയും അറിയിച്ചാൽ അത്രയ്ക്ക് നന്നായിരുന്നു. അത് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയൊരു അഭിപ്രായമാണ്. കേരളത്തിന് നല്ലതല്ല ഇപ്പൊ കാണിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ കാണിക്കുന്നത്, അത്രയ്ക്ക് നല്ലതല്ല. ഈ സുരക്ഷയില്ലാതെ വ്യവസായം പോലെ പെണ്ണുങ്ങൾ ഇറങ്ങി നടന്ന് ജൂനിയർ സരിത, സീനിയർ സരിത ഇങ്ങനെ പറഞ്ഞ് കുറെ സരിതകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിനെ വെച്ചുകൊണ്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർ മുറ്റിയില്ലാതെ ഓരോ നേതാക്കന്മാരുടെ കഴിവുകളും നന്മകളും തിന്മകളും തിരിച്ചറിയാതെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്? ഇതൊരു വ്യവസായമാണെന്ന് അറിയാലോ നാട്ടില്. ഇതൊരു വ്യവസായമാണ്. ഇപ്പൊ ഞങ്ങളുടെ പഴയ പ്രതിപക്ഷം, ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ചിന്തിക്കുന്നത് ഇനി വരുന്നത് ഈ കാണുന്ന കൊച്ചു കൊച്ചു പയ്യന്മാരായിരിക്കും സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നത്. അപ്പൊ ഞങ്ങളുടെയൊക്കെ വില പോവും. അതായിരിക്കും ഈ കാണുന്ന പഴയ നേതാക്കന്മാർ കാണിക്കുന്നത്. അതിൽ വരുന്നതാണ് രമേശ് ചെന്നിത്തല, അതിൽ വരുന്ന VD സതീശൻ, അതിൽ വരുന്നതാണ് K മുരളീധരൻ, അതിൽ വരുന്നതാണ് പഴയ നേതാക്കന്മാരെല്ലാവരും. അതിന് ഞങ്ങളെല്ലാവരും അപേക്ഷയാണ് ഇനി അടുത്ത മണ്ഡലങ്ങളിൽ നിൽക്കുന്ന ജയിച്ചു വരുന്ന എല്ലാ മെമ്പർമാരിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിച്ച് ജയിക്കുന്ന മെമ്പറായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാകേണ്ടത്. ആ ആകുന്ന വ്യക്തി 18 വയസ്സായാലെന്ത്, 30 വയസ്സായാലെന്ത്, 35 വയസ്സായാലെന്ത്, അവനായിരിക്കണം മുഖ്യമന്ത്രി. അതൊന്ന് ഓർമ്മിപ്പിച്ചാൽ നല്ലതായിരിക്കുമെന്ന് ഞങ്ങളുടെയൊക്കെ അപേക്ഷയാണെന്ന് ഒന്നും കൂടെ പറഞ്ഞുകൊള്ളുന്നു. എന്റെ പേര് ഗായത്രി. സത്യം പറഞ്ഞാ രാത്രി ഉറങ്ങുമ്പം അത് തന്നെയാണ് ഓർമ്മ. പാവം ആ കുട്ടി, അതിന്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നും ചിന്തിക്കും. കാരണം ഞാൻ പാർട്ടി ഒന്നുമല്ല, ആ പാർട്ടിയിലും അങ്ങനെയല്ല. പക്ഷെ എന്നാലും ആ കുട്ടിയെ ഭയങ്കര അപ്പം വരുന്ന ഒന്നും അല്ലാണ്ട് വന്ന സമയത്തേ ഞങ്ങൾക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവന്റെ സ്മാർട്ടും അപ്പൊ അതൊക്കെ. അപ്പൊ ആ സൗണ്ടില് ആ പെണ്ണ് സംസാരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, വോയിസ് എല്ലാത്തിനും ഉണ്ട്. അതിൽ കുറച്ചും കൂടി സ്ലോ ആയിട്ട് തരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നു. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം സങ്കടം കൊണ്ട് ഇടറുന്നുണ്ട്. പക്ഷെ ഒരു പെണ്ണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു പെണ്ണിന് മാത്രമേ സങ്കടം വരാതിരിക്കും. നമ്മളൊരു പെണ്ണല്ലോ. ഇപ്പൊ സാറ് നമ്മളോട് ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്കൊരു വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ ഇമോഷൻ അവളുടെ സംസാരത്തിൽ മനസ്സിലാവും. അവിടെ ഒരിക്കലും ദേഷ്യം വരില്ല. കാരണം നമ്മളെ പതറും, നമ്മളെ ശബ്ദം സങ്കടം വരും. ആ മനുഷ്യനോട് നമുക്കൊരു സ്നേഹം എന്നും ഉണ്ടാവും. പക്ഷെ ഇത് അവിടെ അങ്ങനെയല്ല കാണുന്നത്. ശരിക്കും ഒരു ബ്ലാക്ക് മെയിൽ. കാരണം കാലം കഴിഞ്ഞാൽ എനിക്ക് ഇവനെ പിടിച്ച് കുടിക്കണം എന്നുള്ള ഒളിവിൽ വെച്ചിരിക്കാൻ വേണ്ടി ഒരു കുളത്ത് വെച്ചു കൊടുത്ത പോലെ ശരിക്കും മനസ്സിലാവും. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് ആര് പിന്നിലെന്നും നമുക്ക് മനസ്സിലാവും, കാരണം ചോറുന്ന ആളാണ്. പക്ഷെ ഈ വേറൊരു ചെറുക്കനുണ്ട്, ഞാൻ പേര് പറഞ്ഞു, ഞാൻ കമന്റിലൊക്കെ ഒരുപാട് ഇട്ടിരുന്നു. ആദ്യത്തെ സമയത്ത് ഞാൻ അവരുടെ പേര് കമന്റിൽ തുറന്നിട്ടതാ. ഇന്നാളൊക്കെയാണ് കുടിക്കുന്നത്. പിന്നെ സതീശൻ സതീശന്റെ സ്വഭാവമൊക്കെ പണ്ട് മുതലേ പ്രതിപക്ഷമാകാൻ കൊള്ളില്ല. കാരണം ഇങ്ങനെ ഒരു നടപടി എടുക്കാൻ ഇയാൾ യോഗ്യനാണോ, മാന്യനാണോ? ആ ആള് പ്രതിപക്ഷത്ത് വന്ന സമയത്തെ എന്റെ അപ്പനൊക്കെ കോൺഗ്രസ്സുകാരനെ, കറകളഞ്ഞ കോൺഗ്രസ്സുകാരനെ, അങ്ങനെ കോൺഗ്രസിന് വേണ്ടി മരിച്ചൊരു മനുഷ്യന്. പക്ഷെ ഇയാൾ പ്രതിപക്ഷത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്ന് ആദ്യം മുതലേ ഞങ്ങൾ പറയുന്ന ആളാണ്. കാരണം ഒരു ധൈര്യം വേണം, ഒരു പറയാനൊരു ദണ്ഡേടം വേണം, ആവശ്യ സമയത്ത് സംസാരിക്കാൻ വേണം. ആവശ്യമില്ലാത്തടത്ത് സ്വന്തം പാർട്ടിക്കാരെ സ്വന്തം ഇതിന് ജയിക്കാൻ വേണ്ടി വലിയവനാവാൻ ആളായി കളിച്ചിട്ട് സതീശൻ കാര്യമില്ല. സതീശൻ ഇപ്പൊ ഷോ നടത്തിയ ആ ഷോ അവനെ തന്നെ ഈ ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നാളെ ഇപ്പൊ ഉമ്മൻചാണ്ടി സാറ്, സത്യം പറയാം, ഉമ്മൻചാണ്ടി സാറിന്റെ നല്ല സമയത്ത് അയാൾ ഒരു പെണ്ണുങ്ങൾക്ക് മോശം പറയാൻ വന്നിട്ടില്ല. വയസ്സായ സമയത്താണ് അയാളെ പറ്റി ഇങ്ങനെ ഇല്ലായിട്ടും പറഞ്ഞു. പക്ഷെ ദൈവം അങ്ങേക്ക് സത്യം തെളിയിച്ചു. പക്ഷെ എന്നാലും അങ്ങനെ ഇപ്പം ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. ഇതൊക്കെ കണ്ട് ജീവിക്കണം, അയാളെ കുറ്റം പറഞ്ഞവന്മാരെ മുമ്പിൽ അയാൾ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചൊരു പെണ്ണാണ് ഞാൻ. പക്ഷെ ഇപ്പം രാഹുൽ മാങ്കൂട്ടം ജയിക്കും. എനിക്ക് സങ്കടം വരുന്നത്, ഞാൻ എന്റെ മകളോട് പോലും കരയുന്നു ആ ചെറുക്കനെ ഓർക്കുമ്പോൾ. കാരണം രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരും. ഈ ചവിട്ടിയവന്മാരെയൊക്കെ ചവിട്ടി പുറത്തിട്ട് അവൻ വരും. കാരണം നാട്ടുകാർ അവന്റെ കൂടെയുണ്ട്. കാരണം അത്രയും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ സാറേ,
ഇപ്പൊ നമ്മളൊരു പെണ്ണിനോട് എത്ര ഈ സമരം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ സതീശൻ എത്ര പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ഓ നല്ല സാരി ഇട്ടാ, നിന്നെ കാണാൻ നല്ല രസമുണ്ട് ഇട്ടാ, പറഞ്ഞിട്ടുണ്ടാവില്ലേ? അതൊക്കെ ഒരു ഇതാണോ? അങ്ങനെ എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. എത്ര ഈ സമരം ചെയ്യുന്ന ആൾക്കാരെന്നെ എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, ഓ നിന്നെ കാണാൻ നല്ലുണ്ട്, എടി നീ സുന്ദരിയാ. ഇതൊന്നും ഒരു ലൈനല്ല. അങ്ങനെ എത്രയോ നമ്മളോട് തന്നെ എത്ര ആൾക്കാർ പറഞ്ഞു നിന്നെ കാണാൻ നല്ല ഭംഗി. ഇതൊന്നും ഒരു ഇതല്ല. പിന്നെ ഇത് ശബ്ദരേഖയിൽ കേൾക്കുന്ന സംഭവം ഞാൻ തുറന്നു പറയും, ഞാനൊരു പെണ്ണാണ്, ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ടോന്ന് പോലും സംശയമാണ് ആ പെണ്ണിന്റെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, ഇനി അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണോ? ഒന്ന് സത്യം അതായിരിക്കാം, പൂർണ്ണ സത്യം. അല്ലെങ്കിൽ അവൾ നല്ലൊരു പെണ്ണാണെങ്കിൽ അവൾ എന്തുകൊണ്ട് വെളിച്ചത്ത് വരാത്ത അപ്പൊ അവള് ചുളിവിൽ അവന്റെ സ്ഥാനം കളയണം, ഇങ്ങനെ ഒരു പേരുദോഷം കേൾപ്പിക്കണം. അതായിരുന്നു അവളുടെ ഏറ്റവും വലിയ പ്ലാൻ ആ പെണ്ണിന്റെ. കാരണം ഞാൻ തുറന്നു പറയുന്നു, ഇങ്ങനെ ഒരു മകളാ ഈ ഭൂമിയിൽ ഏത് പെണ്ണുങ്ങളും എന്നെ കുറ്റം പറഞ്ഞിട്ടല്ല, എന്റെ മകൾ തന്നെ ആയാലും ഒരു ചെറുക്കനും ഭൂമിയിൽ ഇങ്ങനെ നാളെ ഇപ്പം പറയുന്നു സാറിനെ പറ്റി പറയും. ഇപ്പൊ എനിക്ക് പറയാം, അയ്യോ സാർ എന്നെ അങ്ങനെ പറഞ്ഞു, തെളിവില്ല, എനിക്കിങ്ങനെ പറഞ്ഞു. ഇതൊക്കെ പറയാം ആർക്കും. ഒരു പെണ്ണിന് ഒരമ്മ ഇങ്ങനെ ഒരു മക്കളെ വളർത്തരുത്, അന്ന് കൊല്ലണം. ഇനി ഒരു ഭൂമിയിൽ ഒരു ചെറുക്കന് ഇങ്ങനെ അപവാദം പറഞ്ഞ് നടത്തരുത്. സത്യ പെണ്ണ് പറഞ്ഞൊരു വോയിസ് ഉണ്ട്, നിന്റെ ജീവിതം ഞാൻ നശിപ്പിക്കില്ല, എനിക്ക് നിന്നെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല, ഒരിക്കലും നിന്റെ ജീവിതം നശിപ്പിക്കാൻ വരില്ല. പിന്നെ എന്തുകൊണ്ട് ഇപ്പം വന്നു? അവള് തന്തയ്ക്ക് പറഞ്ഞൊരു പെണ്ണാണെങ്കിൽ അവള് വരാൻ പാടുണ്ടോ? ആ ചെറുക്കനെ അങ്ങനെ എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് എനിക്ക് സങ്കടമുണ്ട് എന്റെ വയറ്റിൽ. ഇതൊക്കെ ഒരു അവൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണെങ്കിൽ ആ ചെറുക്കനെ അവൾ ഒരിക്കലും നശിപ്പിക്കുവോ? പക്ഷെ അവള് വെറും കള്ളിയാണ്. കാരണം ആർക്കോ വേണ്ടി കളിക്കുന്ന ഒരു പെണ്ണ്. സത്യ. കാരണം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെ ഇപ്പൊ എന്റെ മകൾ തന്നെയാണ് നാളെ ആണെങ്കിൽ ആ പെണ്ണിനെ ഭൂമിയിൽ വെക്കരുത്. കാരണം കൂടെ കുറെ കാലം കിടക്കുമ്പം അവനൊരു പ്രശ്നമില്ല. അവള് കൂടെ കിടന്നത് ഇഷ്ടത്തോടെ അല്ല, ആ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവും. അത് ഏതൊരു അമ്മക്കും മനസ്സിലാവും, ആ പെണ്ണ് ഇഷ്ടത്തോടെ അല്ല ആ ചെറുക്കന്റെ കൂടെ കിടന്നിട്ടുണ്ടാവുന്നേ. അല്ലെങ്കിൽ ആ പെണ്ണിന് ആ ചെറുക്കനോട് ഇത്രയും വൈരാഗ്യത്തിൽ അവള് സംസാരം കേൾക്കുന്നില്ല വോയിസില്. എറണാകുളം ഇടക്കൊച്ചി എന്ന് പറയും ഷാലി ജോൺസൺ, രാഹുല് രാജിവെക്കാനാ. അപ്പൊ നീതിമാന്മാരൊക്കെ ഈ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സാത്താന്മാര് കയറി കിടന്ന് പണിയാനാ. ഈ പെണ്ണുങ്ങളെയൊക്കെ തൂക്കിക്കൊല്ലാൻ വല്ല മാർഗം ഉണ്ടാ? ഇവിടൊക്കെ ഈ 3-4 കൊല്ലം കിടന്നും കൊണ്ട് അവന്റെ കൂടെ നടന്ന് അവൻ അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയല്ല ഇതിന് പ്രതികരിക്കണം. കോടതി ഉണ്ട് നീ. പക്ഷെ ഇപ്പോഴത്തെ കോടതി നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം നിയമമല്ല ഇവിടെ വലിയമാരുടെ കയ്യിലാണ് നിയമം പോലും ഉള്ളത്. പക്ഷെ ഇതൊരു ഭയങ്കര ഒരു അസ്വസ്ഥമാക്കുന്ന ഈ ഇലക്ഷൻ അടുത്ത് വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു പ്രതികരണം ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. ആദ്യം ചെയ്യേണ്ടത് ഇത് തെറ്റ് ചെയ്തോ ഇല്ലേന്ന് ഇരുകൂട്ടരെയും വിളിച്ച് അതിന് സാക്ഷ്യം ചെയ്തിട്ട് വേണം അവനെ ഇങ്ങനെ ക്രൂശിക്കാനായിട്ട്. പക്ഷെ ഞാനൊരു കാര്യം പറ്റേ, ഈ രാഷ്ട്രീയം എന്ന് പറയണത് ഒരു കൊലക്കളമാണത്. മനസ്സിലായ? സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് പലരും പലതും ചെയ്യും. കാരണം ഇപ്പൊ കേരളത്തിന്റെ ഈ പതനം കണ്ടുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീര് ഏതൊരു മേഖല എടുത്ത് നോക്കിയാലും എവിടെയുണ്ടൊരു നന്മ, എവിടെയുണ്ടൊരു ആശ്വാസം, എവിടെയുണ്ട് മനുഷ്യന് നീതി കിട്ടാൻ എവിടെയുണ്ട്? ഈ കേരളം ഇപ്പൊ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയണില്ലേ, ഇപ്പൊ അത് ഡെവൽ ഓൺ കൺട്രി ആയി തീർന്നേക്കാണ് ഇല്ലേ? പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്റെ പ്രകടനം, അവൻ ഈ കേരളത്തോട് കാണിക്കുന്ന മമത, അതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് കളിക്കണ കളിയാണിത്. ഇതിനു മുമ്പുണ്ടായ ആൾക്കാരൊക്കെ ഇപ്പൊ നല്ല പൊസിഷനിലിരിക്കണേ. ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തവരെല്ലാം നല്ല പൊസിഷനിലിരിക്കണേണ്. ഈ നമ്മുടെ നടൻ തുടങ്ങി മറ്റുള്ള, അതായത് ഇപ്പൊ മന്ത്രി ശശീന്ദ്രൻ, അവരെയൊക്കെ കണ്ടാൽ തന്നെ അവരെയൊക്കെ നുള്ളിപ്പെറുക്കി വല്ല കാട്ടിക്കളയേണ്ടതാണ്. ഇവിടെ ഒന്നും ആരും പ്രതികരിക്കാനില്ലാഞ്ഞിട്ടാണ്. മനസ്സിലായ? ഇത് പ്രതികരണ ശേഷി ജനങ്ങൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണിത്. കാണുന്നെടുത്തിട്ട് വെട്ടുന്ന സംവിധാനമാണ് ഇനി നടക്കുള്ളൂ കേരളത്തിൽ. ആ പാവപ്പെട്ട പയ്യനെ ക്രൂശിച്ചിട്ട് ഇവർക്ക് എന്ത് ലാഭം കിട്ടും? ഈ പെണ്ണുങ്ങൾക്ക് എന്ത് ലാഭം കിട്ടും? അവർക്ക് നല്ല ഓഫർ കിട്ടിയിട്ടാണ് അവർ ഈ പ്രവർത്തിക്കായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നല്ല ഓഫർ കിട്ടിയിട്ടാണ് ആ പ്രവർത്തിക്കായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അവളുടെയൊക്കെ വസ്ത്രധാരണം തന്നെ മതിയല്ല ഇല്ലേ? കേരളത്തിലെ വനിതകളെ സംബന്ധിച്ച് പറയാനായി ഇവളുമാരുടെ വസ്ത്രധാരണത്തിൽ തന്നെ അഭിസാരികമാരുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. പുറത്തിറങ്ങി ആണുങ്ങളായിട്ട് അവള് പല ആൾക്കാരുമായിട്ട്, അതായത് പൊതു നേതാക്കന്മാരുമായിട്ടും സമ്പർക്കം ഉണ്ടെന്ന് അവള് പബ്ലിക്കായിട്ട് പറയാനുണ്ടല്ലോ. ഇവനെ മാത്രം എന്തുകൊണ്ട് ക്രൂശിച്ച്? അതാണ് എനിക്ക് ചോദിക്കേണ്ട ചോദ്യം. ഇവനെ മാത്രം എന്തുകൊണ്ട് ക്രൂശിച്ച്? അപ്പൊ എന്താണെന്നാ, കേരളം നല്ല രീതിയിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും കണ്ടതിന് ശേഷമാണ്
ഇപ്പൊ ഇങ്ങനെ ഒരു പണി ചെയ്തേക്കണത്. അതുകൊണ്ട് പൊന്നു സുഹൃത്തെ, ഇതിന് എന്തെങ്കിലും ഒരു വ്യതിയാനം സംഭവിക്കാനായിട്ട് ഈ കേരളത്തിലെ ജനങ്ങൾ തന്നെ സംഘടിക്കണം. ഇങ്ങനൊരു സംവിധാനം കേരളത്തിൽ നിന്ന് എടുത്തു കളയണം. പുരുഷനും സ്ത്രീയും തെറ്റ് ചെയ്താൽ പുരുഷൻ മാത്രമല്ല ക്രൂശിക്കണ്ട, സ്ത്രീനെ ശിക്ഷിക്കണം. അതാണ് ഇവിടെ ആ നിയമം കൊണ്ടുവരേണ്ടത്. ഇവിടെ ആ നിയമം വന്നാൽ മാത്രമേ കേരളത്തിന് രക്ഷയുള്ളൂ. കുറെ അഭിസാരികമാരിങ്ങനെ ഇറങ്ങും, ക്രൂശിക്കപ്പെടാൻ കുറെ ആണുങ്ങളും. അഥവാ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റും ശരിയും കണ്ട് കോടതി സത്യാവസ്ഥ മനസ്സിലാക്കി അവർക്ക് ശിക്ഷ കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതൊന്ന് വിളിക്കുന്നു. പേര് ഉഷ. രാഹുൽ രാജി എന്തിനു വെക്കണം? ഈ കൊലച്ചെടി അവനോട് ചെയ്തവന്മാരായിരുന്നു വെച്ചാൽ അവന്മാര് വയ്ക്കട്ടെ. രാഹുലിന് കാലങ്ങളായിട്ട് എനിക്കറിയാം. ഇപ്പൊ 1.5 വർഷം കൊണ്ട് അവൻ പാലക്കാട്ട് വന്നത്. അതിന് മുമ്പ് ഈ നാട്ടിലായിരുന്നു അവൻ ജീവിച്ചത്. ഇത്രയും കഴിവുള്ള ഒരാമ്പിള്ളേർ, ഞാൻ ഷാഫിയെ പറയുന്നില്ല, പക്ഷേ ഇത്രയും കഴിവുള്ള ഒരാമ്പിള്ളേർ, വിദ്യാസമ്പന്നം, ഏത് കാര്യത്തിനും നേരിടാനുള്ള ധൈര്യം, അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ്, അവൻ എന്താ കുഴപ്പം? ഏതോ ഒരുത്തിയപ്പോ ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഇപ്പൊ ഒരുപാടുണ്ട്. സരിതമാരെ ഇറക്കി, ഒരു സരിതയെ ഇറക്കി ഉമ്മൻചാണ്ടി സാറിനെ കറ പറ്റിച്ചു. അതിന്റെ സൂത്രധാരനിൽ എടുത്തനായിരുന്നു ഇവൻ, ഈ സതീശന്റെ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞ, അവൻ ചതിവൻ. അവന് കസേര, ആ പിണറായി ഇരിക്കുന്ന കസേരയിലാണ് അവന്റെ നോട്ടം. പക്ഷേ ഞാനിപ്പോ പറയുന്നു, അവനെ അടുത്തിലക്ക് പരവൂരിട്ട് ആമ്പിള്ളാർ, കോൺഗ്രസ്സുകാർ ആമ്പിള്ളാർ പ്രതികാരം തീർത്തതിനെ വീട്ടിൽ കയറ്റിയിട്ടാണ് എൻ്റെ ഒരു വാശിയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം, എനിക്ക് 66 വയസ്സ് കഴിഞ്ഞു, 68 വയസ്സായി, ഞാൻ ഇന്നോളം മറ്റൊരു പാർട്ടി, കോൺഗ്രസ് വിട്ട് മറ്റൊരു പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനൊക്കെ തീരുമാനം അറിയാതെ ഇനി ഞാൻ വോട്ടിന് പോലും പോകത്തില്ല. എനിക്ക് അത്രയ്ക്ക് ജനസമ്മതിയുള്ള ഒരു പയ്യനെ ചേർക്കാൻ എന്തിനവനോട് ഈ കൊലച്ചെടി ചെയ്തു? സത്യത്തിൽ സഹിക്കുന്നില്ല. 2-3 ദിവസമായി എന്താ മനപ്രയാസം എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഏതൊരാമ്പിള്ളാരും ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്ന് കണ്ടാൽ കുറെ പെണ്ണുങ്ങളുണ്ട്, രണ്ടും തുനിഞ്ഞങ്ങ് ഇറങ്ങുന്നൊരു കാലമായത്. എനിക്കും 2 പെൺമക്കളുണ്ട്. അത് ഓർത്തുകൊണ്ട് ഞാൻ പറയും, ഇവളുമാരെയൊക്കെ ആദ്യം കടലേ മുടക്കം 10 വീട്ടിൽ അറിയണം. എന്തിനിങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ വേറെ സംസ്കാരമില്ലാതെ ജീവിക്കുന്നു? എന്നിട്ട് കോടതി അവരെ എല്ലാം അങ്ങ് മാറ്റി നിർത്തും. എന്നിട്ട് ആരുടെയും തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവന്റെ പേരിലാണ് പിന്നുള്ള നടപടി മൊത്തം. ഇന്ന് ചെറുക്കൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എനിക്ക് അവനെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമല്ല, അവന്റെ അമ്മയെക്കുറിച്ച് ഓർത്തിട്ട് ഞാൻ നേരെ വിഷമിക്കുന്നു. ഒരമ്മ എങ്ങനെ സഹിക്കും? രാഹുൽ രാജിവെക്കണോ എന്ന വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണം തുടരുന്നു. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ.